ഹായ് വെൽക്കം ടു ദി സ്റ്റഡി പാണ്ട 12 ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ഡ്രാമയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ കഥയിലെ നായകൻ തങ് യീഷൻ, നായിക യേ ഹൈതാങ്. റൊമാൻസ്, മിസ്റ്ററി, പെയിൻ, അങ്ങനെ ഇമോഷൻസ് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അതിമനോഹരമായ സ്റ്റോറിയാണിത്. 1991 നായകനും നായികയുടെയും ജീവിതവും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ മാറി മാറി കാണിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. കഥ തുടങ്ങുമ്പോൾ നമ്മുടെ നായിക യേ ഹൈതാങ്ങിനെയാണ് കാണിക്കുന്നത്. അവളുടെ മരിച്ചുപോയ ഗ്രാൻഡ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ഗ്രാൻഡ്മയെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷേ എനിക്കിവിടെ തുടരാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് ഈ സ്ഥലം വിട്ടുപോകാനോ അയാളിൽ നിന്ന് വിട്ടുപോകാനോ സാധിക്കുന്നില്ല. എനിക്ക് ഈ അവസാനത്തെ സ്ട്രെങ്ത് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പാത്ത് തിരഞ്ഞെടുക്കുകയാണ്. ആരോട് ഗുഡ് ബൈ പറയണമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് 19 വയസ്സുള്ള എനിക്ക് തന്നെയാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എന്നും പറഞ്ഞ് അവൾ ആ ലെറ്റർ ഒരു മെയിൽ ബോക്സിൽ കൊണ്ടിടുകയാണ്. അവളുടെ കയ്യിൽ ഒരു കത്തിയും ഉണ്ട്. ഈ മെയിൽ ബോക്സിനെടുത്തിരിക്കുന്ന ഓറഞ്ച് ക്യാറ്റ് അവൻ ഈ സ്റ്റോറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ടൈം ട്രാവൽ ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹീറോ എന്നൊക്കെ പറയാം. ഇത് ബെയ്ജിംഗ് സിറ്റി 2026. അതേ ഓറഞ്ച് ക്യാറ്റ് ഇവിടെയും കാണുന്നുണ്ട്. ഇവൻ ആ സ്ഥലത്തെ സെക്യൂരിറ്റി ഗാർഡാണ്. പുറത്തെന്തോ സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ മെയിൽ ബോക്സിനടുത്തിരിക്കുന്ന ഈ ഓറഞ്ച് ക്യാറ്റിനെയാണ് അവൻ കാണുന്നത്. ഈ മുത്തശ്ശനുണ്ടല്ലോ, പുള്ളി ഈ മെയിൽ ബോക്സിനടുത്ത് എന്നും വന്നിരിപ്പുണ്ട്. അത് കാരണം ഈ സെക്യൂരിറ്റി ഗാർഡ് അയാളോട് വന്ന് പറയുകയാണ്, മുത്തശ്ശ എന്നും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പണി തെറിക്കും. മുത്തശ്ശൻ തിരിച്ചറിയും, എടാ പയ്യ നീ നിൻ്റെ പണി നോക്ക്. അപ്പോൾ അവൻ പറയും, ഇതാണ് എൻ്റെ പണി. ഇവിടെ അനാവശ്യമായിട്ട് വരുന്ന ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. ഈ ജോലി കിട്ടാൻ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല, കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയതാ. മുത്തശ്ശൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സൂപ്പർവൈസറുടെ അടുത്ത് ചെന്ന് ചോദിച്ചോളൂ. അപ്പോൾ മുത്തശ്ശൻ അവനോട് ചോദിക്കും, ഇന്ന് ഡേറ്റ് എന്താ? അവൻ പറയും, എനിക്കും കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കും, മുത്തശ്ശ എന്താ ഉദ്ദേശം? സത്യം പറ, എന്നും രാവിലെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പം മുത്തശ്ശൻ അടുത്തിരിക്കുന്ന മെയിൽ ബോക്സിലേക്ക് നോക്കിയിട്ട് പറയും, ഞാനൊരു ലെറ്റർ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയും, ലെറ്ററോ? ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും ലെറ്റർ അയക്കോ? ഇത് ചുമ്മാ ഷോയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്നതല്ലേ, ഇത് ഫേക്ക് ആണെന്നാ തോന്നുന്നത്. അപ്പം മുത്തശ്ശൻ ആകെ ദേഷ്യം വരുവാണ്. നീ എന്താ പറഞ്ഞത്, ഇത് ഫേക്ക് ആണെന്നോ? അത് റിയൽ ആണ്. അപ്പോൾ അവൻ പറയും, ആ ശരി, എന്നാൽ അത് റിയലാ. എന്തായാലും ഇന്നത്തേക്ക് ഇത് അടയ്ക്കാൻ പോവാ, മുത്തശ്ശൻ പോയിട്ട് നാളെ വാ. അപ്പം മുത്തശ്ശൻ പറയും, നീ പോടാ ചെക്ക എന്നും പറഞ്ഞ് മെയിൽ ബോക്സിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള മഞ്ഞൊക്കെ മാറ്റി കൊടുക്കും. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പയ്യൻ പറയും, ശരി എന്നാൽ ഇവിടെ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തോ, ഞാൻ പോവുക. അങ്ങനെ അവൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. അത് ഈ മുത്തശ്ശൻ്റെ മകളാണ്. മുത്തശ്ശൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഭാവിക്കുന്നില്ലെങ്കിലും അവള് മുത്തശ്ശനെ ബലമായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, സമയമായിട്ടില്ല, ലെറ്റർ വരാനുണ്ട്. അപ്പോൾ അവൾ പറയും, ഏത് ലെറ്റർ? എന്ത് ലെറ്റർ? വാ വീട്ടിലേക്ക് പോകാം, ഭയങ്കര തണുപ്പാണ്. തിരിച്ചു പോകുന്ന വഴി മകള് മുത്തശ്ശനെ ഒരുപാട് വഴക്ക് പറയാണ്. ഞാൻ അവസാനം പോലീസിനെ വിളിക്കേണ്ടി വരും അല്ലേ, ഇങ്ങനെ അവിടെ പോയിരിക്കുന്നത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവസാനം പോലീസ് വന്നുകൊണ്ട് കൊണ്ടുപോകും കേട്ടോ. അവർ വീട്ടിലെത്തുമ്പോഴത്തേക്കും അവരുടെ വീട്ടിലെ ഹൗസ് ഓണർ ആ ബിൽഡിങ് പൊളിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവരോട് എത്രയും പെട്ടെന്ന് മാറണമെന്നൊക്കെ പറയുമ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് ഒരിക്കലും മാറത്തില്ല. പക്ഷെ മകള് അയാളോട് സംസാരിക്കുകയാണ്, ഉറപ്പായിട്ടും ഞങ്ങൾ ഉടനെ തന്നെ മാറും. എൻ്റെ അച്ഛന് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും മാറാൻ പറ്റാതിരുന്നത്. ഇവളങ്ങ് ബെയ്ജിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങോട്ട് വരാറുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇവക്ക് സൈൻ ചെയ്യാനായിട്ടൊരു പേപ്പർ കൊടുക്കുകയാണ്, ഇതിൽ സൈൻ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിത്തരണം. അപ്പോൾ അവൾ പറയും, ഞാൻ പിന്നീട് സൈൻ ചെയ്യാം, ഇപ്പോൾ എൻ്റെ അച്ഛന് ഒട്ടും വയ്യാത്തതാണ്, അതുകൊണ്ടാണ്. ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടുന്ന് മാറുന്നതായിരിക്കും, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അവൾ അച്ഛനോട് ID കാർഡ് ചോദിക്കുമ്പോൾ അച്ഛൻ കൊടുക്കുന്നില്ല. പുള്ളിക്കാണെങ്കിൽ അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അവളെ എത്ര നിർബന്ധിച്ചിട്ടും സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവളുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ഒരു കാർ അറേഞ്ച് ചെയ്യാനായിട്ട്. നാളെയോ മറ്റന്നാളോ മതി, ഞങ്ങളിവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോവുകയാണ് ബെയ്ജിങ്ങിലോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ വന്ന് അവളോട് പറയും, ഞാനിവിടെ നിന്നും എങ്ങോട്ടും ഇല്ല. അപ്പം മകളാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, പോകുന്നെങ്കിൽ നമ്മൾ രണ്ടും ഇവിടെ നിന്ന് ഒരുമിച്ച് തന്നെ പോകും എന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് പറയാണ്. അച്ഛനിങ്ങനെ വാശി പിടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല. അച്ഛനാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബെയ്ജിങ്ങിലുള്ള എൻ്റെ ജോലി തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ മുത്തശ്ശൻ്റെ പേര് യു ഷീഹോങ് എന്നാണ്. മകൾ മുത്തച്ഛനോട് ചോദിക്കും, എപ്പോഴും ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണല്ലോ പറയുന്നത്, ആരാ നിങ്ങൾക്ക് ഇത്രയും ലെറ്റർ അയക്കുന്നത്? മുത്തശ്ശൻ പറയും, ഞാൻ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല, ഞാൻ ലെറ്റേഴ്സ് അയക്കുകയാണ്. അപ്പം മോൾ ആകെ ദേഷ്യം വരും, നിങ്ങളുടെ നോൺസെൻസ് കേട്ട് എനിക്ക് മടുത്തു, എനിക്കിനി ഒന്നും കേൾക്കണ്ട, നമ്മൾ നാളെ ഇവിടുന്ന് പോവുകയാണ്. അപ്പം മുത്തശ്ശൻ പറയും, ഞാൻ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്, നീ പൊക്കോ.
അന്ന് രാത്രി മുത്തശ്ശൻ ഒരു ലെറ്ററൊക്കെ എഴുതി വെക്കുകയാണ്. പിറ്റേന്നാവും മകള് വന്ന് മുത്തശ്ശനെ നോക്കുമ്പോൾ കാണുന്നില്ല. റൂമിൽ നോക്കുമ്പോൾ ഒരു ലെറ്റർ ഇരിപ്പുണ്ട്. ലെറ്ററിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: മോളെ, നീ പൊക്കോളൂ. എനിക്കിവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ഒട്ടും താല്പര്യമില്ല. ഞാൻ നിനക്കൊരു ബർഡൻ ആകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ തന്നെ നിൻ്റെ അടുത്തേക്ക് വന്നോളാം. അത് വായിക്കുന്നതും അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എല്ലായിടത്തും അന്വേഷിക്കും. അവൾ അവസാനം പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അച്ഛനെ കാണുന്നില്ല എന്നും പറഞ്ഞ് അവർ CCTV ക്യാമറ ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കും. ആ മെയിൽ ബോക്സ് ഇരുന്ന ഫാക്ടറി പരിസരത്താണ് ലാസ്റ്റ് അദ്ദേഹത്തെ കാണുന്നത്. ഞങ്ങൾ അവിടെയെല്ലാം അന്വേഷിക്കുക, എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ പോലീസുകാർ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, മിസ്റ്റർ, എനിക്ക് എൻ്റെ അച്ഛന് ഒരു പ്രശ്നമുണ്ട്. ചില സമയം അച്ഛൻ എവിടേക്കാണ് പോവേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പോൾ പോലീസുകാർ അവളോട് തിരിച്ചു ചോദിക്കും, ഇങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ ഇന്നലെ പ്രൊവോക്ക് ചെയ്തത്? എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്നവർ പറയുകയാണ്. അവൾക്ക് ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് അവൾ ഇന്നലെ രാത്രി അച്ഛനെ കണ്ട അതേ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി ഗാർഡ് അവളോട് നിന്ന് സംസാരിക്കുകയാണ്. എന്നെ ഓർമ്മയുണ്ടോ? ഇന്നലെ അച്ഛൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവൾ പറയും, എനിക്ക് മനസ്സിലായി. അവൻ പറയും, ഞാനൊരു കാര്യം പറയാം, പക്ഷെ നിങ്ങളത് ഞാൻ ക്രേസി ആണെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ അച്ഛൻ കാണാതായി എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രി അദ്ദേഹം ഇവിടെ വന്നിരുന്നു. കയ്യിലൊരു ലെറ്ററുമായിട്ടാണ് വന്നത്. നേരെ ബെയിൽ ബോക്സിനടുത്തേക്കാണ് പോയത്. ഞാൻ തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നിന്നില്ല. പിന്നെ ഞാനും കരുതി വയസ്സായ മനുഷ്യനല്ലേ, ഒരു ലെറ്റർ ഇട്ടിട്ട് പൊക്കോട്ടെ. അങ്ങനെ മെയിൽ ബോക്സിനടുത്തെത്തി ലെറ്റർ ഇടുന്നത് കണ്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ കാണുന്നില്ല. പിന്നെ ഞാൻ ചുറ്റും നോക്കി, പക്ഷേ പെട്ടെന്ന് അദൃശ്യനായിപ്പോയി. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാൻ മെയിൽ ബോക്സിനടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഓറഞ്ച് ക്യാറ്റ് ഇരിക്കുന്നത് കണ്ടു. ലെറ്റർ ബോക്സ് വന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ലെറ്ററും ഇല്ല. അപ്പം മകൾ പറയും, നിങ്ങളെന്ത് നോൺസെൻസ് ഒക്കെയാണ് ഈ പറയുന്നത്? അച്ഛൻ ലാസ്റ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോയിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോലീസുകാരോടെങ്കിലും പറയാമായിരുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഞാൻ ക്രേസി ആണെന്ന് നിങ്ങൾ വിചാരിക്കരുതെന്ന്. ഇതാണ് ശരിക്കും നടന്നത്. നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്കെന്തിനാ? ഈ സ്ഥലം ശരിക്കും ക്രീപ്പിയാണ്. എനിക്കിവിടെ നിൽക്കുന്നത് തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ അവള് അയാളോട് പൊക്കോളം പറയാണ്. അവൾ എന്നിട്ട് ഫോൺ എടുത്ത് അച്ഛന് വോയിസ് നോട്ട് അയക്കുകയാണ്. അച്ഛാ, വേഗം തിരികെ വാ. ഞാൻ ഇന്നലെ ദേഷ്യപ്പെട്ടതിനൊക്കെ സോറി. അച്ഛനെ മാറി താമസിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. അതേസമയം ഓറഞ്ച് ക്യാറ്റ് ആ മെയിൽ ബോക്സിൻ്റെ പുറത്ത് കയറിയിരുന്ന് സൗണ്ട് ഉണ്ടാക്കി. അവൾ പേടിച്ചു പോവും പെട്ടെന്ന്. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. എന്ത് പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ, ആ ഓറഞ്ച് ക്യാറ്റ് അതവിടെ കണ്ടു. നിങ്ങൾ പറഞ്ഞ ക്യാറ്റില്ലേ, അതാണോ അതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അത് തന്നെ. അപ്പം തന്നെ മെയിൽ ബോക്സിനകത്തുനിന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ അവൾ അതിനടുത്തേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറയും, പോവരുത്. ഇതുപോലെയാണ് അന്ന് നിങ്ങളുടെ അച്ഛനും ഡിസപ്പിയർ ആയത്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവൾ മുന്നോട്ട് പോയി ആ ലെറ്റർ ബോക്സ് അങ്ങ് തുറക്കും. അപ്പോൾ അതിനകത്തുനിന്നൊരു ലെറ്റർ പുറത്തേക്ക് വരികയാണ്. September 3, 1991 to A. ഹൈത്താങ് എന്നാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കഥ കാണിക്കുന്നത് 1991 മെയ്വാൻ ടൗൺ. നമ്മുടെ നായകനും നായികയും യങ് ആയിരുന്ന കാലഘട്ടമാണ്. ഇവരാണ് നമ്മുടെ നായകൻ തങ് യേഷുൻ. ഇവരൊരു ചെറിയ ഗ്യാങ് ആണ്. ആ ഗ്യാങ്ങിന്റെ ലീഡറാണ് ഇത് ചാ. കൂടെയുള്ള പയ്യൻ ഇവൻ റാറ്റ്. ഈ ഗ്രൂപ്പ് ലീഡർ ചായയുടെ ഡ്രീം ഒരു ബോട്ട് വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ. ചായ കാണാനായിട്ട് ഒരാൾ വരും. എന്നിട്ട് അയാൾ ചോദിക്കും, ബോട്ട് നോക്കിയോ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ചാ പറയുന്നുണ്ട്, ബോട്ട് വാങ്ങാനായിട്ട് ഇപ്പോഴും കയ്യിൽ ക്യാഷ് കുറവാണ്. അപ്പോൾ ആൾ പറയും, ബോട്ട് വാങ്ങുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. എന്നിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ പണി തീർത്തിട്ട് വേഗം പോയി ബാവുവിനെ കാണണം എന്ന് അയാൾ പറയാണ്. എന്നിട്ട് അവർ മൂന്നും കൂടി അന്നത്തെ പണിക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു ഗ്രാനിയുടെ സ്വീറ്റ് സോർ സൂപ്പ് ഉണ്ട്. അത് 3 ഓർഡർ ചെയ്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കുടിക്കാം. ചാജ് എന്ന ഗ്രാനിയുടെ ചെവിയിൽ പറയും, ഞാൻ പറഞ്ഞത് കേട്ടോ? അപ്പോൾ ഗ്രാനി പറയും, എനിക്ക് നല്ലതുപോലെ കേൾക്കാം, ഞാൻ ഡഫൊന്നും അല്ല. അവർ 3 പേരും പോകുന്നത് ഇബോ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്കാണ്. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പൈസയ്ക്ക് പലിശ കൊടുക്കുമല്ലോ, എന്നിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് ചെല്ലുന്ന ആൾക്കാരാണ്. പൈസ കൊടുക്കുന്നത് ബാവു എന്ന് പറയുന്ന ഒരു വലിയ ഗ്യാങ് ലീഡറാണ്. പുള്ളിക്ക് ഇച്ചിരി വെട്ടും കുത്തും പരിപാടികളൊക്കെ ഉണ്ട്. അവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പെൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ നായിക ഹൈത്താങ്. അവളോട് ഒന്ന് ചോദിക്കും, ഇത് ഇബോയുടെ വീടാണോ? അവരെ മൈൻഡ് ചെയ്യാതെ പറയാണ്, അയാളിവിടെ ഇല്ല. അപ്പോൾ റാറ്റ് പോയി അവിടെ നിന്ന് നോക്കിയിട്ട് പറയും, നീ ഇബോയുടെ മോളല്ലേ? നിന്റെ പേര് ഹൈത്താങ് എന്നല്ലേ? അപ്പോൾ അവൾ വീണ്ടും പറയാണ്, ഇബോ ഇവിടെ ഇല്ല. ചാ ചോദിക്കും, നിന്റെ ഗ്രാൻഡ്മ മരിച്ചിട്ടിന്ന് ഫ്യൂണറൽ അല്ലേ, എന്നിട്ട് പോലും നിന്റെ അച്ഛൻ വന്നിട്ടില്ലേ? അവൾ പറയും, ഫ്യൂണറൽ കഴിഞ്ഞു, ഇന്ന് 7ാമത്തെ ദിവസത്തെ സെറമണിയാണ്. ചാ ഒരു ഉടമ്പടി കൊടുക്കും. ഇത് ഇബോ 1000 യുവാൻ ഞങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഉടമ്പടിയാണ്. അത് കളക്ട് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അവൾ പറയും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല.
അപ്പോൾ റാറ്റ് ചോദിക്കും, നിൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ കളക്ട് ചെയ്യേണ്ടെന്നാണോ? അവൾ പറയും, ഇബോ ആണ് നിങ്ങൾക്ക് പൈസ തരാനുള്ളത്, ഞാനല്ലല്ലോ. അത് കേൾക്കുമ്പോൾ അവർ പോയി അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ചാവ് പറയും, ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും വില പിടിപ്പുള്ള എടുത്തുകൊണ്ട് പോവാം കൊളാറ്ററലായിട്ട്. നിൻ്റെ അച്ഛൻ വരുമ്പോൾ പൈസയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി, സാധനം കൊടുത്തോളാം. അവൾ പറയും, ഇന്ന് എൻ്റെ ഗ്രാൻഡ്മയുടെ 7ാമത്തെ ഡേ സെറിമണിയാണ്, നിങ്ങൾ പ്ലീസ് ഇവിടെ നിന്ന് പോകൂ. മറ്റു രണ്ടുപേരും റൂമൊക്കെ പരിശോധിച്ചിട്ട് കുറച്ച് പൈസയായിട്ട് വരികയാണ്. എന്നിട്ട് പറയും, നീയല്ലേ പറഞ്ഞു ഇവിടെ പൈസയൊന്നും ഇല്ലായിരുന്നെന്ന്, ഇത്രയും പൈസ ഇവിടെ ഉണ്ട്. അപ്പോൾ അവൾ പറയും, അതെടുത്തുകൊണ്ട് പോകരുത്, അതെൻ്റെ ഗ്രാൻഡ്മയുടെ പൈസയാണ്. ചാവ് പറയും, നിൻ്റെ ഗ്രാൻഡ്മ മരിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇവിടുന്ന് വേറെ സാധനങ്ങളൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. പക്ഷേ ഇബോ വരുമ്പോൾ പറഞ്ഞേക്കണം അടുത്ത മാസം കൃത്യമായിട്ട് പൈസ കൊണ്ടുവന്ന് അടയ്ക്കാനായിട്ട്. അങ്ങനെ അവരവിടെ 3 പേരും കൂടി അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവള് ഒരു കല്ല് എടുത്തുകൊണ്ട് ഓടി ചെല്ലുകയാണ് അവരടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നായകൻ അവളുടെ കൈ പിടിച്ച് മാറ്റാണ്. അവനവളോട് പറയും, ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ട്രബിൾ ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല, നീ അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെയൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ബാക്കി രണ്ടുപേരും ഇവനെ വിളിക്കുകയാണ്, ഷൻ നമുക്ക് പോകാൻ സമയമായി വാ. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞ പെങ്കൊച്ചിൻ്റെ കാര്യം കഷ്ടമാണ്, അച്ഛൻ തന്നെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക അല്ലേ. ബാക്കി എന്താകുമെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെയും കാത്തിരിക്കുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.